PR ഏജൻസി കേസിനെതിരെ നിയമ നടപടി വേണമെന്ന INL മുഖ്യമന്ത്രി പറയാത്തത് പ്രസിദ്ധീകരിച്ചു വന്നതിൽ ദുരൂഹതയുണ്ടെന്നും ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നും INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു. എന്തിനുവേണ്ടി ആർക്കുവേണ്ടി PR ഏജൻസി പ്രവർത്തിച്ചു എന്നതിൽ അന്വേഷണം വേണമെന്നും കാസിം ഇരിക്കൂർ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഹിന്ദു പത്രവുമായിട്ടുള്ള അഭിമുഖത്തിൽ പറയാത്ത ഒന്ന് രണ്ട് വാചകങ്ങൾ അത് PR ഏജൻസിയെ ഇടപെട്ടു ഉൾപ്പെടുത്തി എന്നുള്ളത് ഗൗരവതരമായൊരു കാര്യമാണ്. കാരണം മുഖ്യമന്ത്രിയെപ്പോലുള്ള വലിയൊരു രാഷ്ട്രീയ നേതാവ് പറയാത്തത് കൂട്ടിച്ചേർക്കുക എന്നുള്ളത് ഒരു പത്രത്തിനും അല്ലെങ്കിൽ ഒരു ചാനലിനും യോജിച്ചൊരു കാര്യമല്ല. ബാഹ്യമായ ഇടപെടലാണ് ഇത്രയും പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. എന്തിനിവർ ചെയ്തു, ആർക്ക് വേണ്ടി ചെയ്തു എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. PR ഏജൻസിയുടെ ചെറിയ ഇടപെടലാണ് ഇതിലേക്ക് വഴി നയിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിയമ നടപടി തന്നെ സ്വീകരിക്കണം. മേലിൽ ഇങ്ങനത്തെ ഒരിക്കലും തന്നെ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ INL പ്രതിനിധിയും ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? കാസിം ഇരിക്കൂർ. സ്മൃതി, അതുതന്നെയാണ്. പ്രതിപക്ഷ സംഘടനകളാണ് ഈ കേസിനെതിരെയുള്ള നിയമ നടപടി മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ സ്വീകരിക്കണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ ഇതിനകത്തൊരു സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്ന ആവശ്യമെല്ലാം തന്നെ ഉന്നയിച്ചത്. എന്നാൽ ഭരണകക്ഷിയിലെ ഒരു പ്രധാനപ്പെട്ട മുന്നണി തന്നെ, അതും ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന രീതിയിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടന എന്ന രീതിയിൽ INL ആവശ്യപ്പെടുമ്പോൾ അതിന് അല്പം കൂടി രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നതും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ ഈ ഇൻ്റർവ്യൂവിനകത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയാത്ത ചില ഭാഗങ്ങൾ ഹിന്ദു പത്രത്തിൽ അച്ചടിച്ചു വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് INLൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ റിപ്പോർട്ടറിനോട് വ്യക്തമാക്കുന്നത്. ഇതിൽ എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇതിനകത്ത് അന്വേഷിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും പാർട്ടിയും ഇക്കാര്യം ഗൗരവത്തിലെടുക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. എന്തായാലും പറയാത്ത ഭാഗങ്ങൾ ഇത്തരത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നതിൽ ഒരു ദുരൂഹതയുണ്ട്. അതിനകത്തൊരു സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് INL പറയുന്നത്. കേസിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് അത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് കടക്കേണ്ടത്. പക്ഷേ അത് ഉടനടി ഉണ്ടാവുന്നതായിരിക്കും കൂടുതൽ ഉചിതമായിട്ടുള്ള ഒരു കാര്യമെന്നുകൂടി INLൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കാസിം ഇരിക്കൂർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണകക്ഷിയിലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന INLനെ പോലുള്ളൊരു സംഘടന ഈ ഒരു ആവശ്യവുമായി രംഗത്തെത്തുന്നു എന്നത് വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാസിം ഇരിക്കൂർ പറയുന്നത് ഈ കേസിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കണം, സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം, ബാഹ്യ ഇടപെടലുകൾ അന്വേഷിക്കണം. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി ഇത്തരത്തിൽ പറയാത്ത ഭാഗങ്ങൾ ഈ ഇൻ്റർവ്യൂവിനകത്ത് അല്ലെങ്കിൽ ഈ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയെന്ന കാര്യത്തിൽ ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് കാസിം ഇരിക്കൂർ വ്യക്തമാക്കുന്നത്. സ്മൃതി. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.